നമ്മൾ നേരെ പോകുന്നത് തൃശ്ശൂരിലേക്കാണ്. തൃശ്ശൂർ പ്രത്യേകിച്ച് പറയേണ്ടത് തൃശ്ശൂർ കോർപ്പറേഷനിലേക്കുള്ള മത്സരമാണ്. കഴിഞ്ഞ തവണ BJP അവരുടെ കരുത്തരായ സ്ഥാനാർത്ഥികളെ ഇറക്കിയിട്ട് പോലും അവിടെ അക്കൗണ്ട് തുറക്കാൻ പറ്റാത്ത ഒരു സ്ഥലമായിരുന്നു തൃശ്ശൂർ കോർപ്പറേഷൻ എന്നുള്ളത്. ജില്ലാ പഞ്ചായത്തിൽ UDF-നെ സംബന്ധിച്ചിടത്തോളം വളരെ സീറ്റ് കുറവാണ്. മഹേഷ്, തൃശ്ശൂർ ജില്ലാ പഞ്ചായത്ത്, നമുക്കാദ്യം ജില്ലാ പഞ്ചായത്തിലേക്ക് പോകാം. മഹേഷ്, എങ്ങനെയാണ് കഴിഞ്ഞ തവണത്തെ ജനവിധി പറയുന്നത്? 29 ജില്ലാ പഞ്ചായത്ത് ഡിവിഷനുകൾ തൃശ്ശൂർ ജില്ലയിലാകെ 29 ജില്ലാ പഞ്ചായത്ത് ഡിവിഷനുകളിൽ അതിൽ 24ഇടത്തും LDF, 5ഇടത്ത് മാത്രം UDF വരുന്നു. BJPക്ക് ഇല്ല, അക്കൗണ്ട് ഇല്ല, തുറന്നിട്ടില്ല. തൃശ്ശൂർ ഇങ്ങ് എടുക്കാൻ BJPക്ക് ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിൽ ആയിട്ടില്ല. കോർപ്പറേഷനിലേക്ക് വരുമ്പോഴാണ് ഈ കണക്ക്. നോക്കൂ, 24 UDF 24, LDF 24, BJP 6, അതേഴ്സ് 1. അപ്പോൾ ഈ 24 വന്ന സമയത്ത് അവിടെ അതേഴ്സ് എന്ന് പറയുന്നത് MK വർഗീസ്, കോൺഗ്രസിന്റെ വിമതനായി നിന്ന അദ്ദേഹം നേരെ LDF-നൊപ്പം നിന്നു. LDF-ന്റെ മേയറായി. പക്ഷേ അദ്ദേഹത്തിന് സുരേഷ് ഗോപിയോട് വല്ലാത്ത ആരാധന വന്നു. പക്ഷെ ആരാധന കണ്ട് അവിടെ LDF-ന് ഒന്നും ചെയ്യാൻ പറ്റിയില്ല. നിസ്സഹായരായി LDF അദ്ദേഹത്തെ നോക്കി നിൽക്കുന്നത് നമ്മൾ കാണുകയാണ്. അപ്പോൾ LDF 24, UDF 24. കോർപ്പറേഷനിൽ നഗരസഭ 7 ആകെ 7 നഗരസഭകൾ. അതിൽ LDF 5, UDF 2. അതാണ്. അപ്പോൾ LDF-ന് നഗരസഭകളിൽ ഒരു എഡ്ജ് ഉണ്ട്. LDF അതുപോലെ തന്നെ ബ്ലോക്ക് പഞ്ചായത്തുകൾ ആകെ 16, 14ഇടത്ത് LDF, 2ഇടത്ത് UDF. വലിയ ഭൂരിപക്ഷം LDF-ന് ബ്ലോക്ക് പഞ്ചായത്തുകളിൽ. ഗ്രാമപഞ്ചായത്തുകളിലേക്ക് വരുമ്പോൾ വലിയ മഹാഭൂരിപക്ഷം LDF-ന് തന്നെ. 64ഇടത്ത് 86-ൽ 64ഇടത്ത് LDF, 21ഇടത്ത് UDF, ഒരേ ഒരിടത്ത് BJP. അപ്പോൾ തൃശ്ശൂർ ഇത്തവണ തെരഞ്ഞെടുപ്പ് പൂരം വരുമ്പോൾ അതിങ്ങോട്ട് വളരെ പെട്ടെന്ന് എടുക്കാൻ ആർക്കും പറ്റുമെന്ന് തോന്നില്ല. പക്ഷെ LDF-ന് കഴിഞ്ഞ തവണ വളരെ ക്ലിയർ മെജോറിറ്റി ഉണ്ട്. അജി, ഏതായാലും LDF-ന് ക്ലിയർ മെജോറിറ്റി എന്ന് മഹേഷ് പറയുമ്പോൾ നമുക്ക് നടരാജ് ഉണ്ട് തൃശ്ശൂരിൽ നിന്നും. നടരാജ്, തൃശ്ശൂരിന്റെ മനസ്സിൽ എന്താണ്? സുരേഷ് ഗോപി പറഞ്ഞൊരു ഡയലോഗുണ്ട്, തൃശ്ശൂർ നിങ്ങൾ എനിക്ക് തരണം, ഈ തൃശ്ശൂർ ഞാൻ ഇങ്ങനെ എടുക്കുകയാണ്. പക്ഷേ കഴിഞ്ഞ നമ്മുടെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ BJPക്ക് അവിടെ കഴിഞ്ഞു. നേരത്തെ മഹേഷ് സൂചിപ്പിച്ചൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. മേയർ MK വർഗീസ്, MK വൈറസ് ചാഞ്ചാടി നിൽക്കുന്ന ഒരു സമീപനം LDF-നെ സംബന്ധിച്ചിടത്തോളം വലിയൊരു തലവേദന അവിടെ ഉണ്ടായിരുന്നു. വരുന്തരപ്പള്ളി അടക്കമുള്ള, പ്രത്യേകിച്ച് മരുത്താക്കര അടക്കമുള്ള പഞ്ചായത്തുകൾ ഇത്തവണ ആർക്കൊപ്പം നിൽക്കുമെന്നുള്ളത് നമുക്ക് അറിയേണ്ടതുണ്ട്. എന്താണ് നടരാജ് തൃശ്ശൂരിന്റെ മനസ്സ് പറയുന്നത്? കഴിഞ്ഞ തവണത്തെ ഒരു ഇലക്ഷൻ സ്ട്രാറ്റജിയെ നമുക്ക് എങ്ങനെയാണ് ഒന്ന് വിലയിരുത്താൻ കഴിയുക? അജി, ഒരു കാലത്ത് കരുണാകരന്റെ സ്വന്തം തട്ടകമായിരുന്ന തൃശ്ശൂർ കഴിഞ്ഞ തവണ കോൺഗ്രസ് കിതയ്ക്കുന്നതാണ് തൃശ്ശൂരിൽ കഴിഞ്ഞ തവണ കണ്ടത്. നേരത്തെ പറഞ്ഞതുപോലെ എല്ലാ തലത്തിലും LDF-ന് ഒരു എഡ്ജ് ഉണ്ടായിരുന്നു എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളിലും എന്ന് ശരിയാണ്. നഗരസഭകളിൽ 7-ൽ 5 LDF ഭരിക്കുന്ന സ്ഥിതി ഉണ്ടായി. ഗ്രാമപഞ്ചായത്തുകളിലെ സ്ഥിതി വ്യത്യസ്തമല്ല. ഇത്തവണ ഇതിൽ മാറ്റമുണ്ടാകും എന്നാണ് കോൺഗ്രസ് പറയുന്നത്. മികച്ച സ്ഥാനാർത്ഥികളെ നിർത്തിക്കൊണ്ട്, മികച്ച പ്രകടനം നടത്തിക്കൊണ്ട് ഭരണത്തിൽ കോർപ്പറേഷനിൽ തിരിച്ചെത്തുമെന്നാണ് ഇത്തവണ കോൺഗ്രസിന്റെ പ്രതീക്ഷ. അതിനായുള്ള സ്ഥാനാർത്ഥി നിർണ്ണയമൊക്കെ തന്നെ കോൺഗ്രസ് നടത്തി കഴിഞ്ഞു. ഇടതുപക്ഷമാവട്ടെ MK വർഗീസിന്റെ അധ്യായം അടഞ്ഞതാണ്. അദ്ദേഹം ഇന്നത്തെ തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം വന്നതോടുകൂടി ഏതാണ്ട് ഈ പുതിയ ഭരണസമിതിയുടെ കാലാവധിയും തീരുന്നു. ഇനി വരുന്നത് മറ്റൊരു ഉദയമായിരിക്കും. അതും ഇടതുപക്ഷം തന്നെ ഭരണം തുടരുമെന്നും വികസന പ്രവർത്തനങ്ങളിൽ ഊന്നിക്കൊണ്ട് LDF പറയുന്നു. അതേസമയം BJP ആവട്ടെ കഴിഞ്ഞ തവണ 12 സീറ്റുകൾ രണ്ടാം സ്ഥാനത്തെത്തുകയും 6 സീറ്റുകൾ വിജയിക്കുകയും ചെയ്തു. ഈ കോൺഫിഡൻസ് സുരേഷ് ഗോപിയിലൂടെ മുന്നേറാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷ BJPയും പങ്കുവയ്ക്കുന്നു. എന്തായാലും LDF-ഉം UDF-ഉം സ്ഥാനാർത്ഥി പട്ടികയിൽ ഏതാണ്ട് ഒരു ധാരണയാക്കി കഴിഞ്ഞിട്ടുണ്ട്. പ്രത്യേകിച്ച് കോർപ്പറേഷനിൽ മത്സരിക്കേണ്ടവരുടെ കാര്യത്തിൽ സീറ്റ് വിഭജനം പൂർത്തിയാക്കിയിട്ടുണ്ട്. ഇതുപ്രകാരം LDF 39 സീറ്റുകളാണ്. ആകെയുള്ളത് 56 സീറ്റാണ്. ഇത്തവണ കഴിഞ്ഞ തവണ 55 സീറ്റായിരുന്നു. ഇത്തവണ 39 സീറ്റിൽ CPM മത്സരിക്കും. 17 സീറ്റുകൾ ഘടകകക്ഷികൾക്ക് കൊടുക്കും. CPI 8, RJD 3, കേരള കോൺഗ്രസ് 2, ജനതാദൾ 2, NCP 1, കോൺഗ്രസ് എസ് 1 എന്നീ നിലയിലാണ് സീറ്റ് വിഭജനം. മുൻ മേയറായിട്ടുള്ള അജിത തങ്കപ്പനെ അവർ വീണ്ടും മേയർ സ്ഥാനത്തേക്ക് കൊണ്ടുവരാൻ ആലോചിക്കുന്നു. അതുപോലെ തന്നെ മുൻ ഡെപ്യൂട്ടി മേയറായിരുന്ന രാജശ്രീ ഗോപന്റെ പേരും CPM-ന്റെ പരിഗണനയിലുണ്ട്. കോൺഗ്രസും ഏതാണ്ട് കോർപ്പറേഷനിലേക്കുള്ള സ്ഥാനാർത്ഥി നിർണ്ണയം പൂർത്തിയാക്കി കഴിഞ്ഞു എന്ന് പറയാം. പ്രഖ്യാപനം നാളെയോ മറ്റോ തന്നെ ഉണ്ടാവാനാണ് സാധ്യത. ഇതുപ്രകാരം ലാലി ജെയിംസ്, ശാരദാ മുരളീധരൻ, നിജി ജസ്റ്റിൻ, ഇവർ 3 പേർ, ഈ 3 പേരുകളെയാണ് കോർപ്പറേഷൻ മേയർ സ്ഥാനത്തേക്ക് കോൺഗ്രസ് പരിഗണിക്കുന്നത്. മുസ്ലിം ലീഗിന് 2 സീറ്റും 2 സീറ്റ് കേരള കോൺഗ്രസ് ജോസഫിനും നൽകും. ആകെ 56 സീറ്റിൽ 52 സീറ്റുകളിൽ
ഈ തരത്തിലാണ് സീറ്റുകൾ കോൺഗ്രസ് നൽകാൻ ഉദ്ദേശിക്കുന്നത്. എന്തായാലും നിരവധി വിഷയങ്ങൾ ചർച്ചയിലാവും. പ്രത്യേകിച്ച് പൂരം കലക്കൽ വിവാദമൊക്കെ തന്നെ നേരത്തെ വലിയ രീതിയിൽ തൃശ്ശൂരിൽ ചർച്ചയായതാണ്. പൂരം കലക്കൽ ഇടതുപക്ഷത്തിന് എത്രത്തോളം തിരിച്ചടി നൽകും, BJP അത് എത്രത്തോളം ഉയർത്താൻ ശ്രമിക്കും, കോൺഗ്രസ് ഇതിനെ എങ്ങനെ ഉപയോഗിക്കും തുടങ്ങിയ കാര്യങ്ങൾ, വികസന ചർച്ച, സുരേഷ് ഗോപി ഫാക്ടർ, സുരേഷ് ഗോപിയെ ചുറ്റിപ്പറ്റിയുണ്ടായ വിവാദങ്ങൾ BJPക്ക് എങ്ങനെ തിരിച്ചടിയാകും തുടങ്ങിയ കാര്യങ്ങൾ, അതുപോലെ തന്നെ കോൺഗ്രസിലെ ഗ്രൂപ്പ് തർക്കവും പരസ്പരമുള്ള പാരവെപ്പും എത്രത്തോളം പണി നൽകും സ്വയം എന്ന കാര്യത്തിൽ കോൺഗ്രസ് ഒരു ആവലാതിയുണ്ട്. പലപ്പോഴും മേയർ സ്ഥാനാർത്ഥികളുടെ പേര് പറയുന്ന കാര്യത്തിൽ പോലും കോൺഗ്രസിലെ മുതിർന്ന നേതാക്കൾ മടിക്കുന്നതും ഇത്തരത്തിലൊരു പേര് പ്രചരിച്ചാൽ അത് ഗ്രൂപ്പ് തർക്കത്തിന്റെ ഭാഗമായി തിരിച്ചടിയാകുമോ എന്ന ഭീതിയിലാണ്. അതുകൊണ്ട് തന്നെ കോൺഗ്രസ് സ്വയം കുഴി തോണ്ടരുത് എന്ന് അവരുടെ മുതിർന്ന നേതാക്കൾ അടക്കം പറയുന്നുണ്ട്. അണികൾക്കും ആ സന്ദേശം നൽകിയിട്ടുണ്ട്. മികച്ച പ്രകടനം നടത്തിയാൽ മാത്രം കോൺഗ്രസിന് പല തദ്ദേശ സ്ഥാപനങ്ങളിലും തിരിച്ചു വരാം, അതല്ലെങ്കിൽ കോൺഗ്രസിന്റെ കാര്യം കഷ്ടമാകും. CPM വികസനത്തിൽ ഊന്നുമ്പോഴും ഭരണവിരുദ്ധ വികാരം എത്രത്തോളം CPM-ന് തിരിച്ചടിയാകും, ഇടതുപക്ഷത്തിന് തിരിച്ചടിയാകും എന്ന് അറിയേണ്ടതുണ്ട്. കോർപ്പറേഷനിൽ ഭരണത്തിലുണ്ട്, സംസ്ഥാന സർക്കാർ ഭരണത്തിലാണ്, അതുപോലെ തന്നെ ജില്ലാ പഞ്ചായത്തും ഭരിക്കുന്നത് CPM ആണ്. ഇവിടെയൊക്കെ ഭരണവിരുദ്ധ വികാരം ഏത് തരത്തിലാണ് ഇടതുപക്ഷത്തിന് തിരിച്ചടിയാവുക എന്നും അറിയേണ്ടതുണ്ട്. എന്തായാലും പൂരം പൊടിപൂരമാകും തൃശ്ശൂരിൽ എന്ന കാര്യത്തിൽ തർക്കമില്ല. എല്ലാവരും അവരുടെ ബേസിക്കുകൾ കറക്റ്റായി പ്രവർത്തനങ്ങളൊക്കെ തുടങ്ങിക്കഴിഞ്ഞു. വരും ദിവസങ്ങളിൽ സ്ഥാനാർത്ഥി പ്രഖ്യാപനം കൂടി നടക്കുന്നതോടെ തൃശ്ശൂരിലെ പൂരത്തിന് കോടി കയറും. അജി.